സ്കൂളിൽ പിള്ളേർ കളിക്കാൻ പോകുന്ന പോലെ എൻ്റെ കളിത്താവളം എന്ന് പറയുന്നത് ഷൂട്ടായിട്ട് അന്ന് യൂട്യൂബോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പം മുതലേ ചെയ്യുന്നത് കൊണ്ട് ദിസ് ഈസ് ബീൻ പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പോൾ എനിക്ക് ഈ എന്താ പറയുന്നത് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇൻബിൽറ്റായിട്ട് ആയിപ്പോയി എന്ന് പറഞ്ഞ് നിർത്തുമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താനും താല്പര്യമുണ്ട്. പക്ഷേ പഴയ ടീമുകൾ തന്നെ ഇപ്പോഴും ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഓരോ പുതിയ പ്രോജക്റ്റായിട്ട് വരുമ്പോൾ ചെയ്തു പോകുന്നതാണ് മിക്ക ഷോയും. പഠിക്കുന്ന ടൈമിൽ കലാപരമായിട്ട് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, അതെ ഞാൻ എന്തിലുള്ള ബിക്കോസ് ഞാൻ പറയാം, അതായത് ഞാൻ പഠിക്കുന്ന ISC സ്കൂളിലായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാമിനല്ലാതെ കലോത്സവം അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല. ഷോ ചെയ്താണ് വന്നത്. ഡാൻസ് മോണാക്ട് അങ്ങനെയൊക്കെ ചെയ്യില്ല. അങ്ങനെ മാത്രമല്ല, വലിയ കലാകാരി എന്നും പറഞ്ഞൊന്നുമല്ല. അപ്പം അഭിനയിക്കുന്നൊന്നുമില്ല. സീരിയൽ മാത്രമേ ചെയ്തു. വേറെ താല്പര്യം അങ്ങനെ അതിനും കഴിവ് വേണമല്ലോ അല്ലേ ആക്ടിങ്? കഴിവുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെ വലിയതില്ല. അല്ലല്ല, ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ പഠിച്ചത് ഹോളി ഏഞ്ചൽസ് ISC സ്കൂളിലാണ്. ഞങ്ങൾക്ക് കലോത്സവമോ കാര്യങ്ങളോ അല്ല ഉള്ളത്, ISC ഫെസ്റ്റാണുള്ളത്. കൂടുതലും പഠിത്തമാണ് അവിടെ ഉള്ളത്. അപ്പം സ്കൂൾ പരമായിട്ടുള്ള പാട്ട്, ഡാൻസ് കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്യും. ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളെ പോലെ വലിയ ക്ലാസിക്കൽ ഡാൻസറോ കലാതിലകോ അങ്ങനെ ഒന്നും മേടിച്ച ഒരാളോ അല്ല. സ്ക്രീൻ ടെസ്റ്റുകൾ ചെയ്തിട്ടില്ല. അതേ പറഞ്ഞത്. അപ്പോൾ 2004 മുതൽ ചെയ്ത് വന്നതിൻ്റെ ഒരു നിന്ന് പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ആൾക്കാർ എഫേർട്ട് എടുക്കുന്ന മാത്രം ഒന്നും ചെയ്യും. ഞാനൊരു ലക്കിൽ എങ്ങനെയോ വന്നു പോയതാണ്. ഇപ്പോഴും എങ്ങനെയോ ആ ഒഴുക്കിൽ പെട്ടുപോയി നിൽക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറയും കഴിവുകൊണ്ടാണ്. അപ്പോൾ മേഡം പറയുന്നത് കഴിവ് കൊണ്ടല്ല എന്നാണ് പറയുന്നത്. ഞാൻ കഴിവുകൊണ്ടല്ലോ വന്നത്. ഞാൻ ജീവനെന്ന് പറയും കേട്ടോ. കാരണം ഞാൻ നന്നായിട്ട് നല്ലൊരു ഡാൻസ്. കാരണം എന്നെ ഇഷ്ടപ്പെടാത്ത എത്ര ആൾക്കാരുണ്ടാവും. എൻ്റെ ആക്ടിങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ആങ്കറിങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന ആളാണ്. അപ്പോൾ ഇറ്റ്സ് എ ചോയ്സ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ കണ്ണിൽ ഞാൻ കഴിവില്ലാത്ത ഒരാളായിരിക്കും. അവർ വിചാരിക്കേണ്ടോ എനിക്ക് ഇതിലും പറയാൻ എന്നെ കൊണ്ട് പറ്റുമല്ലോ, എന്നിട്ടല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ബൈ ഗോഡ്സ് അതെ, ഞാൻ കളിക്കുമായിരുന്നു. നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു, മോണാക്ട് ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ വലുതായി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആക്ടിങ് ഒന്നുമില്ല. എൻ്റെ ഫീൽഡ് വേറെയാണ്. ഞാൻ സൈക്കോളജിസ്റ്റാണ്. അതിലേക്ക് തന്നെ ഡെയിലേക്ക് പോയാളാണ്. ഹസ്ബൻഡ് ഇപ്പോൾ ദുബായിലുണ്ട്. ഞാൻ ജസ്റ്റ് ദുബായിൽ അവിടെ കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോയി വന്നിങ്ങനെ നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും ബിസിനസ്മാനാണ്. ഞാൻ അതിന് മുന്നിലുള്ളത് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കണ്ടതിൽ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. കോൺട്രവേഴ്സിക്കുള്ള 2 സാധനങ്ങളും കിട്ടിയല്ലോ. അല്ലെങ്കിൽ